new concept of Tech for Us. This is Bindu Joseph from Kozhikode. നമ്മുടെ ഏത് സന്തോഷവും അത് പരിപൂർണതയിലെത്തുന്നത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചുറ്റും കാണുന്ന നിറപ്പകിട്ടാർന്ന ഈ കാഴ്ചകൾ തന്നെ. മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പുതിയൊരു ടെക്നിക്കിലൂടെ രണ്ട് വ്യത്യസ്തമായ ചെടികളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചെടിയുടെ ഭംഗിയാണ് മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത്. നമുക്കറിയാം, വ്യത്യസ്ത കളറുള്ള ചെടികളെ നമുക്ക് ഒന്നിച്ച് ചേർക്കാൻ ഉള്ള ടെക്നിക്കാണ് ഗ്രാഫ്റ്റിംഗ് ടെക്നിക്ക് എന്നുള്ളത്. ഗ്രാഫ്റ്റിംഗ് എന്ന ടെക്നിക്കിനെ നമ്മൾ ഉപയോഗപ്പെടുത്താതെ മറ്റൊരു രീതിയിൽ രണ്ട് വ്യത്യസ്ത കളറുള്ള പൂക്കളെ, ബോഗൺവില്ലകളെ നമ്മൾ ഒന്നിച്ച് ചേർത്തിരിക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെടിയെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബ്രാഞ്ചിൽ നല്ല തിക്ക് കളറാണ്, അതേസമയം അടുത്ത ബ്രാഞ്ച് ലൈറ്റ് പിങ്ക്. ഈ രണ്ട് കളേഴ്സിനെ നമ്മൾ ഒന്നിച്ച് ഒരു ചെടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഇതുണ്ടോ, ഒരു ബ്രാഞ്ച് ലൈറ്റാണ്, ഇപ്പുറത്തെ ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗ്രാഫ്റ്റഡിലൂടെ അല്ലാതെ രണ്ട് കളർ ചെടികളെ ഒന്നിപ്പിച്ചിരിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ ചെടികളെ നമ്മൾ പിരിച്ച് കയറ് പോലെ പിരിച്ച് ഒറ്റ ചെടിയാക്കിയിരിക്കുന്നതാണ്. ഇത് വളരുംതോറും ഈ സ്റ്റെംസിൻ്റെ ഭംഗിയും കൂടി വരും. കാരണം കയറ് പോലെ പിരിച്ച് വെച്ചിരിക്കുന്നതാണ്. ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഇതിൻ്റെ ഭംഗിയും കൂടുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് വ്യത്യസ്ത ചെടികളെ, അതായത് ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത കളറുകളുള്ള ചെടിയെ ഗ്രാഫ്റ്റിങ്ങിലൂടെ അല്ലാതെ തന്നെ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ചെടിയെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ രണ്ട് ചെടികളെയാണ് നമ്മൾ ഒന്നിച്ച് ഒരു ചെടിയാക്കാൻ പോകുന്നത്. രണ്ട് വ്യത്യസ്ത കളേഴ്സ് ആയിട്ടുള്ള ബോഗൺവില്ലയാണ്. ഇതിന് രണ്ടിനെയും കൂടെ നമ്മൾ ഒന്നിപ്പിക്കാൻ പോകണം. ആദ്യം നമുക്കതിൻ്റെ മണ്ണ് റിമൂവ് ചെയ്ത് ഒഴിവാക്കിയെടുക്കണം. ഇതിലെ മണ്ണെല്ലാം തന്നെ നമ്മൾ റിമൂവ് ചെയ്തു. ഇതൊരു കളറാണ്. ഇതുപോലെ തന്നെ ഇതേ ഫാമിലിയിൽപ്പെട്ട കൊലയായിട്ടുണ്ടാകുന്ന മറ്റൊരു ചെടി കൂടെ നമ്മൾ ഇതുപോലെ തന്നെ മണ്ണ് ഒഴിവാക്കിയെടുക്കുന്നു. ഒന്നിന് രണ്ട് ബ്രാഞ്ച് ഉണ്ട്. നമുക്ക് ഒരു ശാഖ മാത്രമേ വേണ്ടൂ, ഒരു ബ്രാഞ്ചേ വേണ്ടൂ. അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് നിലനിർത്തിക്കൊണ്ട് മറ്റേ ബ്രാഞ്ച് കട്ട് ചെയ്ത് കളയുന്നു. ഇതിപ്പോൾ നമുക്ക് മണ്ണ് റിമൂവ് ചെയ്തിട്ട് ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചെടി കിട്ടി. അതുപോലെ തന്നെ മറ്റൊരു ചെടി വേറെ കളറാണ്, പക്ഷെ ഒരേ ഫാമിലിയിൽപ്പെട്ട ഒരേ ഇങ്ങനെ ബഞ്ചായിട്ട് വരുന്ന കൊലകൊലയായിട്ട് വരുന്ന മറ്റൊരു ചെടി. ഇങ്ങനെ രണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെടികളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഈ രണ്ട് വ്യത്യസ്ത ചെടികളെ, രണ്ട് കളേഴ്സാണ്. ഈ വ്യത്യസ്ത ചെടികളെ നമ്മൾ ഒന്നിപ്പിക്കാൻ പോകണം, ജോയിൻ്റ് ആക്കാൻ പോകണം. ഇതിനായിട്ട് ആദ്യമായി നമുക്ക് ഈ രണ്ട് വശങ്ങളും ചെത്തി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം, രണ്ടും കൂടെ ഒന്നിപ്പിക്കണം. ഇത് രണ്ടിനെയും കൂടെ നമ്മൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വശം ചെത്തിയിട്ടുണ്ട് ഒരു പ്ലാന്റിൻ്റെ, മറ്റു പ്ലാന്റിൻ്റെയും ആ വശം തന്നെ നമ്മൾ ചെത്തുവാണ്. രണ്ട് തൈയുടെയും വശം നമ്മൾ ചെത്തി അത് ജോയിൻ്റ് ആക്കുകയാണ്. ഈ സെല്ലോ ടാപ്പ് വെച്ച് നമ്മളത് ഒട്ടിക്കുകയാണ്. അല്ലെങ്കിൽ ബഡ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ആയാലും മതി, അത് വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെത്തിയ വശം ഇതുപോലെ ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിവശം നമ്മൾ ഒരു ചാക്കുനൂലെടുത്തിട്ട് കെട്ടിയും കൂടെ വെക്കുകയാണ്. രണ്ടും ഒരു പ്ലാന്റായി തോന്നത്തക്ക രീതിയിലാണ് ഇത് ജോയിൻ്റ് ആവണം. അപ്പോൾ അതിനാണ് നമ്മൾ ഇത്തരം സെറ്റപ്പ്. നമ്മൾ ഇതിനെ പിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ വലിയ മുള്ളുകളുണ്ടായിരുന്നു, ഇവിടെയുള്ള മുള്ളുകളെ നമ്മൾ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ പിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ രണ്ട് ചെടികളെ തമ്മിൽ പിരിച്ചു വെച്ചിരിക്കുകയാണ്. അത് അധികം മൂപ്പെത്തുന്നതിന് മുമ്പ് നമ്മളത് ചെയ്താലേ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ ഇത്
നമുക്ക് പിരിക്കാനായിട്ട് പറ്റില്ല. അടിയിൽ നമ്മളിതുപോലെ ജോയിൻ്റ് ആക്കി മുകളിലേക്ക് പോകുന്തോറും ഇതിനെ പിരിച്ച് ചെറിയ ചാക്കുനൂലിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ പിരിച്ച് വെച്ചിരിക്കുന്ന ചെടിയെ പ്ലാന്റ് ചെയ്യാൻ പോവാണ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മളിതിൽ മണ്ണ് ചാണകപ്പൊടി ഇട്ട് ഇതിനെ പ്ലാന്റ് ചെയ്യുന്നത് കാണാം. ഇതിൻ്റെ 2 വശങ്ങൾ നമ്മൾ ചെത്തിയിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ജോയിൻ്റ് ആവണം. അപ്പോൾ ഈ ചേർത്ത് ചെത്തി വെച്ചിരിക്കുന്ന ഇതിൻ്റെ താഴെ വരെ മാത്രമേ മണ്ണ് ഇടാൻ പാടുള്ളൂ. കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ചെടി സ്ട്രെയിറ്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ചെടി നനച്ചതിന് ശേഷം നമ്മൾ തള്ളത്തേക്ക് വെക്കുക. പൂവാലി മേടിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ വേസ്റ്റ് കുപ്പികൾ കിട്ടും. അതിന് ഇലയ്ക്ക് 2 ഓട്ടം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂവാലിയുടെ അതേ എഫക്റ്റ് കിട്ടും. ഈ രീതിയിൽ നമ്മൾ തൈകൾ ക്രമീകരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതുപോലുള്ള കോൺട്രാസ്റ്റിംഗ് കളേഴ്സിനെ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് കോൺട്രാസ്റ്റിംഗ് കളേഴ്സാണ്. ഒന്ന് നമ്മൾ ചെടിയിൽ കണ്ടതുപോലത്തുള്ള പിങ്ക്, ഡാർക്ക് പിങ്ക് ആണ്. അതിൽ ലൈറ്റ് പിങ്കിന് പകരം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഓഫ് വൈറ്റ് കളറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ കളർ വരുന്ന സമയത്ത്, കോൺട്രാസ്റ്റിംഗ് കളർ വരുന്ന സമയത്ത് ചെടി കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് വീഡിയോ ഇട്ടിരുന്നു. ബോഗൺവില്ലിൽ തന്നെ മൾട്ടി കളർ ഗ്രാഫ്റ്റിംഗ് വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാം ഓൾമോസ്റ്റ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ നിറപ്പാക്കിട്ടാർന്ന മറ്റൊരു വർണ്ണ കാഴ്ചയുമായിട്ട് നമ്മൾ അധികം താമസിയാതെ തന്നെ വരും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം തന്നെ ഷെയർ ചെയ്യുക. ഇനി ആദ്യമായി ടെക്സോറ ചാനൽ വീഡിയോ കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിലെ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു കോൺസെപ്റ്റുമായി അധികം താമസിയാതെ വീണ്ടും കണ്ടെത്തുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ബൈ.